ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. കാരണം BJP ശക്തമായ രീതിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന തലസ്ഥാനം തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു. അത് തന്നെ സംസ്ഥാനം പിടിച്ചെടുത്തതിന് തുല്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഈ താഴോട്ട് പോയ ഒരു മുന്നണിക്ക് ഇനി തിരിച്ചു കയറി വരിക എന്നുള്ളത് ചിലപ്പോൾ അസാധ്യമായിരിക്കും. അല്ല, തിരിച്ചാനുള്ള സമയമില്ല. ഇല്ല. CPM-നെ പോലുള്ള ഒരു പാർട്ടിക്ക് ത്രിപുരയിലെയും ബംഗാളിലെയും സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? 5 വർഷം ഭരണത്തിന് പുറത്തു നിൽക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ പാർട്ടിക്ക് ത്രിപുരയോ ബംഗാളോ ആവർത്തിക്കാനുള്ള ചില സാഹചര്യങ്ങൾ വരും. അത് അവർ അനുവദിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് വിധേനയും ഭരണം നിലനിർത്തി 3ാം ഊഴത്തിലേക്കുള്ള ശ്രമമായിരിക്കും അവർ നടത്തുക. അതിനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ തുടരും. അതിന് ഇനിയിപ്പോൾ തിരുത്താൻ സമയമില്ലെങ്കിൽ തുരത്താനുള്ള സമയമെങ്കിലും എടുത്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും വിധത്തിൽ മുന്നണിയിൽ ചില മാറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുത്തിക്കൊണ്ട് അതിന് വേണ്ട ശ്രമങ്ങൾ നടത്തിയെന്നിരിക്കാം. അല്ല, അത് ഏത് തരത്തിലായിരിക്കാം മാറ്റം? കാരണം BJP ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, അതുപോലെ മുനിസിപ്പാലിറ്റികളിൽ വലിയ മാറ്റം ഉണ്ടായില്ല. പക്ഷെ അല്ലാതെ നമ്മൾ എല്ലായിടത്തും മാറ്റം ഉണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലും മാറ്റമായി. ഇപ്പൊ ഡിവിഷനിലാണ് അധികം സീറ്റ്, ചെറിയൊരു മുൻതൂക്കം LDF-ന് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ നോക്കിയാലും പിന്നെ ഗ്രാമസഭ വരെ നോക്കിയാലും എല്ലാത്തിലും 50% മേൽ പിന്നെ പോയിരിക്കുന്നു. കോർപ്പറേഷൻ പോയിരിക്കുന്നു. ഗ്രാമങ്ങളിലേക്ക് പോലും BJP പടർന്നു കയറി പടർന്നു കയറിയിരിക്കുന്നു. UDF-ന്റെ ശക്തിയും അതുപോലെ വർദ്ധിച്ചിരിക്കുന്നു. ഇത് നമ്മൾ കാണിക്കുന്നത് ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയ്ക്ക് LDF-നുണ്ടായിരുന്ന അപ്രമാദിത്വം, അതിൽ മുസ്ലിം വോട്ടുകളും കൂടെ ചേർന്നപ്പോൾ കിട്ടിയ ഒരു വലിയ മേക്കോമയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 90-ന് മേൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഹിന്ദു വോട്ടുകളിൽ വലിയ ചോർച്ച വന്നത് അവർക്ക് ക്ഷീണം വന്നിട്ടുണ്ട്. അതിന് പുറമെ മുസ്ലിം വോട്ടുകൾ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ബാന്ധവമോ മറ്റോ എന്തൊക്കെ പറഞ്ഞ് LDF-ൽ നിന്ന് അകന്ന് UDF-ലേക്ക് എൻ ബ്ലോക്കായിട്ട് പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നു. നോക്കിയോളൂ, ഒരു സാധാരണ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും ഒരു ഘടകം ഇപ്പുറത്ത് നിൽക്കും. ഒന്നുമില്ലെങ്കിൽ PDP എങ്കിലും ചുമ്മാ പേര് പറയാനായിട്ടെങ്കിലും കൂടെ നിർത്തിയേക്കും. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ആരും സപ്പോർട്ടിനില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നിരിക്കുന്നു മുസ്ലിമിൻ്റെ പക്ഷത്ത് നിന്ന്. അപ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി അവർക്ക് വന്നിരിക്കുന്നത് പിന്നെ NDA-യുമായിട്ടുള്ളൊരു ബാന്ധവം, ഇല്ലാത്തൊരു ബാന്ധവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ LDF-ലെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ഏത് ഭാഗത്തു നിന്ന്? ഹൈന്ദവ വോട്ടുകൾ ആണല്ലേ? ഹൈന്ദവ വോട്ടുകൾ പിന്നെ NDA-യിലേക്ക് പോയപ്പോൾ മുസ്ലിം വോട്ടുകൾ UDF-ലേക്കും പോയിരിക്കുന്നു. അതാണ് ഇത്ര വലിയ ചോർച്ച വന്നിരിക്കുന്നത്. അതിൻ്റെ ഓരോ വാർഡും അല്ലെങ്കിൽ ഓരോ ജില്ലയും ഓരോ മണ്ഡലവും തിരിച്ച് നമ്മൾ നോക്കാനിരിക്കുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ നോക്കിയ ഒറ്റ ഇതിൽ നിന്ന് ഇത്രയും തൂത്തുപെറുക്കിയുള്ള ഒരു മാറ്റം, അതായത് ഗ്രാമസഭകളിലൊന്നും ഇത്ര വലിയ മാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചല്ലെന്നേ. അവിടെ 17,337 ഗ്രാമസഭകളുള്ളതിൽ 7,200-ഓളം UDF കൊണ്ടുപോയിരിക്കുകയാണ്. 5,000 ചില്ലുവാനുമേ LDF-നുള്ളൂ. NDA 1,300 ചില്ലുവാനും കൊണ്ടുപോയിരിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ പ്രധാന പ്രതിപക്ഷമായിട്ട് മാറും പഞ്ചായത്തുകളിൽ. അതെ, ഈ വാർഡുകളുടെ എണ്ണം ഞാൻ പറഞ്ഞു കേട്ടോ. ഇത്രയും വാർഡുകൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന 68 മറ്റോ സ്ഥലങ്ങളിൽ ടൈറ്റായിട്ടുള്ള ഒരു ഫൈറ്റ് വരികയാണ്. അവിടെ വീണ്ടും NDA-യുടെയൊക്കെ ഒരു പിന്തുണ ആവശ്യമായി വരുന്ന വിധത്തിലും NDA-ക്ക് പ്രാധാന്യം വരുന്ന വിധത്തിലുമൊക്കെ വരികയാണ്. അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചില്ലെങ്കിൽ വലിയ പാടാവും. ഇതിനിടയ്ക്ക് UDF മാണി ഗ്രൂപ്പിനെ കൂടെ അടിച്ചുകൊണ്ട് പോകാതിരുന്ന ഭാഗ്യം. അല്ല, മാണി ഗ്രൂപ്പ് തരപറ്റി കിടക്കുകയാണ്. മാണി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പുറത്തേക്ക് വരാൻ. മാണി പോയില്ലെങ്കിൽ മാണിയുടെ അണികൾ പോകും. അതാണിപ്പോൾ വേറൊരു അവസ്ഥ. മാണി എങ്ങനെയെങ്കിലും നിന്നാലും ജോസ് കെ മാണി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ജോസ് കെ മാണിക്കും സംഗതി മനസ്സിലായി കാണും. അടുത്ത ഇലക്ഷനിൽ ചിലപ്പം തനിക്ക് പോലും പിന്നെ ഒരു സീറ്റും കിട്ടാത്ത അവസ്ഥ വരും. പിന്നെ പാർലമെൻറ്റിലേക്കായാലും നിയമസഭയിലേക്കായാലും ഒന്നും കയറാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അത് അദ്ദേഹം മുന്നിൽ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ അണികളും താഴെത്തട്ടിലുള്ള നേതാക്കളും വീണ്ടും ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ ഇനിയും ചോർച്ച UDF-ലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം LDF-ലെ മറ്റ് ഘടകകക്ഷികളും ചിലപ്പോൾ
മുന്നണി വിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. മറ്റ് ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം CPI നമുക്ക് CPI എന്തായാലും പോവില്ല, അതവിടെ കാണും. ജോസ് കെ മാണി വിഭാഗമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നുള്ളതല്ല ഈ ഒറ്റയാൾ. അതൊക്കെ പിന്നെ അപ്പുറത്ത് പോയാലും അവരും എടുക്കില്ല. കാരണം ഇതൊക്കെ ചുമ്മാ വേന ഓരോ ശശീന്ദ്രനെ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്. പിന്നെ ഉള്ളത് കടന്നപ്പള്ളി. ശശീന്ദ്രനെ എടുത്താലും കടന്നപ്പള്ളി എടുത്താൽ ഒട്ടും പറയാനില്ല. അങ്ങനെയൊക്കെയാണ്. ആന്റണി രാജു ഇതൊക്കെ ഇങ്ങനെയുള്ള ഒറ്റയാൻ ചില പിന്നെ നമ്പറുകളല്ലാതെ ഇതൊന്നും പിന്നെ ഒരു ഘടകകക്ഷിയായിട്ട് ഉൾപ്പെടുത്താൻ കഴിയുന്നത് ഒന്നുമില്ല. പിന്നെ ഗണേശനാണുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗണേശനെ അവരെടുക്കില്ല. എടുക്കാൻ സാധ്യതയുള്ളത് മാണിയെയാണ്, മാണി ഗ്രൂപ്പിനെയാണ്. അതെടുക്കും. പിന്നെ CPI പോവുകയാണെങ്കിൽ CPI എടുക്കും. പക്ഷെ CPI പോകത്തില്ല. കാരണം അതിനുള്ള ഒരു സാധ്യതയില്ല, കാണുന്നില്ല. അവര് CPM-നോടൊപ്പം ഇല്ലാതാകാൻ പോകുന്ന, CPM-നേക്കാൾ മുമ്പേ ഇല്ലാതാകുന്ന 100 വർഷമാകുന്ന ഒരു പാർട്ടിയാണ്. അതെ. CPM ഇത്തവണ നല്ല പണിഷ്മെന്റ് കൊടുക്കും കേട്ടോ. കാരണം അവരെ ഇത്രയും വലിയ അധോഗതിയിൽ ചാടിച്ചത് ഈ PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അധോഗതിയിലാക്കിയത്, LDF-നെ വെട്ടിലാക്കിയത് CPI ആണ്. PM ശ്രീയുടെ വിഷയത്തിലൂടെ PM ശ്രീ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ താഴെ വെച്ചോ, ഇത് കരാറുകളെല്ലാം അവസാനിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് അയച്ചോ എന്ന് പറഞ്ഞ് CPI ബഹളം ഉണ്ടാക്കി. അപ്പം മുസ്ലിം ലീഗും UDF-ഉം പറഞ്ഞത് ശരിയാണെന്ന് ജനത്തിന് മനസ്സിലാകുന്ന വിധത്തിലേക്ക് വന്നു. അതുവരെ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സംശയം ദൂരീകരിച്ചത് വലിയേട്ടൻ ചെയ്ത തെറ്റ് കൊച്ചേട്ടൻ പറയുന്നതായിട്ടാണ് ജനത്തിന് തോന്നിയത്. അതുകൊണ്ടാണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായാൽ ഒരു ഘടകം. അത് ഇനിയിപ്പോൾ തിരുത്താൻ പറ്റില്ല. ഇപ്പം ലീഗ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലീഗ് വളരെ നിശബ്ദമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലീഗാണ് UDF-ന്റെ വിജയത്തിൻ്റെ ആണിക്കല്ല്. ഓരോ പിന്നെ പ്രദേശത്തും UDF-ന് പറ്റിയ അപാകത പോലും തിരുത്തിക്കൊണ്ട് നോർത്തിൽ മുഴുവൻ നോർത്ത് കേരളം മുഴുവൻ അങ്ങനെ അവർ പ്രവർത്തിച്ചു. ഈ തെക്കൻ കേരളത്തിലും UDF-ന്റെ നീക്കങ്ങൾ പലതും നിർണായകമായി നയിച്ചിരുന്നത് മുസ്ലിം സംഘടനകളാണ്, മുസ്ലിം ലീഗാണ്. അതിൻ്റെ ഒരു വിജയമാണ് അവർക്കുണ്ടായത്. കാരണം താഴെത്തട്ടിൽ നിന്ന് ഇവർക്ക് പ്രവർത്തിക്കാൻ പലയിടത്തും ആളില്ലായിരുന്നു, മാൻ പവർ ഇല്ലായിരുന്നു, മണി പവർ ഇല്ലായിരുന്നു. എന്നിട്ട് പോലും UDF-ന് കിട്ടിയ വിജയം അപാരമായ വിജയമാണ്. അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും CPM-ന്റെ BJP-യുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്, വളരെയധികം ഉണ്ടായിട്ടുണ്ട്. കാരണം പിന്നെ അസംതൃപ്തരായ ഒരുപാട് പാർട്ടി ആദർശശുദ്ധിയുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ടെന്നേ. ആ ആദർശശുദ്ധിയുള്ള പാർട്ടി പ്രവർത്തകർക്ക് ഒരു വികസനം, ഒരു നല്ല കാര്യം ചെയ്യുന്ന പാർട്ടി എന്നൊക്കെയുള്ള ചില മെസ്സേജുകൾ BJP കൊടുത്തത് അവർക്ക് ഏറ്റിട്ടുണ്ട്. ഇപ്പുറത്ത് പിന്നെ പറയുന്നതേ ഉള്ളൂ, പലതും നടത്തുന്നില്ല എന്നുള്ളത് പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നവർക്കറിയാം. ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചിട്ട് നമുക്ക് അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇല്ലാത്ത ബാന്ധവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഒരു കൊലീബി പോലെ തന്നെ ഒരു ഭീമാ സഖ്യം, BJP മാർക്സിസ്റ്റ് സഖ്യം ഉണ്ടായാലും നമുക്ക് അതിശയപ്പെടേണ്ടതില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവം കേരളത്തിലും ഉണ്ടായിക്കൂടുന്നില്ല. കാരണം ഇവിടെ 2 മുന്നണിക്ക് നിൽക്കാൻ പറ്റില്ല, മൂന്നാമതൊരു മുന്നണിക്ക് നിൽക്കാൻ പറ്റില്ല. ആ ഒരു ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കോൺഗ്രസ് നശിക്കുമോ CPM നശിക്കുമോ ഏതെന്നുള്ളതാണ് ഇനി വലിയൊരു ഘടകം. പിന്നെ തരൂരെങ്ങാനും ബ്രേക്ക് ചെയ്തൊരു തരൂർ കോൺഗ്രസ് കൂടെ വന്നാൽ അത് CPM-ന് മുതലാക്കാൻ നല്ലൊരു സന്ദർഭമാണ്. അതിൽ മാക്സിമം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോൺഗ്രസിനെ വീക്കൻ ചെയ്യാൻ കഴിഞ്ഞാൽ അതും ചിലപ്പോൾ CPM-ന് ഗുണകരമായി വന്നേക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.